റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എന്ന്? 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയഗീതം അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയഗീതം അംഗീകരിച്ചത് 1950 ജനുവരി 24. ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2006. 2006-ലാണ് ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്രഥമ കിരീടം നേടിയ രാജ്യം? ന്യൂസിലാൻഡ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്രഥമ കിരീടം നേടിയ രാജ്യം ന്യൂസിലാൻഡ്. കേരള സർക്കാരിൻ്റെ വിശപ്പുരഹിത പദ്ധതിയാണ് സുഭിക്ഷ. കേരള സർക്കാരിൻ്റെ വിശപ്പുരഹിത പദ്ധതി സുഭിക്ഷ. കോശത്തിനുള്ളിലെ ഏക അജീവീയ ഘടകം ഫേനം. കോശത്തിനുള്ളിലെ ഏക അജീവീയ ഘടകം ഫേനം. തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന പദാർത്ഥം ലൈക്കോപ്പിൻ. തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന പദാർത്ഥമാണ് ലൈക്കോപ്പിൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട്. പാലക്കാടാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല. ജന്മി കൊടിയാൻ വിളംബരം നടന്ന വർഷം? 1867. 1867-ലാണ് ജന്മി കൊടിയാൻ വിളംബരം നടന്നത്. കേരള ലളിതകലാ അക്കാദമി സ്ഥാപിച്ച വർഷം? 1962. 1962-ലാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥാപിച്ചത്. കരിമ്പിൻ നീര് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പാനീയമാണ്? പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ദേശീയ പാനീയമാണ് കരിമ്പിൻ നീര്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ്? ലഫ്റ്റനൻറ്റ് ശിവാംഗി. ലഫ്റ്റനൻറ്റ് ശിവാംഗിയാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ പൈലറ്റ്. ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കെരാറ്റിൻ. ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്? കാൾ ലിനയസ്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനയസ്. നമ്മുടെ ഭാഷ എന്ന പുസ്തകം രചിച്ചത് EMS. നമ്മുടെ ഭാഷ എന്ന പുസ്തകം രചിച്ചത് EMS. ആദിഭാഷ എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി. ഗാന്ധിസാഗർ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഗാന്ധിസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കബഡി ഉദയം ചെയ്ത സംസ്ഥാനം? തമിഴ്നാട്. കബഡി ഉദയം ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. അൽമാട്ടി അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൃഷ്ണ നദി. കൃഷ്ണ നദിയിലാണ് അൽമാട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്.